അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ PPR ഒട്ടിക്കാൻ തുടങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ടുള്ള പരിപാടികൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ PPR ചെയ്യണ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. നമ്മളിതിന് മുന്നേ നമ്മുടെ ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ തുടക്കക്കാർക്ക് അത് എങ്ങനെ ഉപകാരമാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഒട്ടിക്കണത് എങ്ങനെയാണ്, ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ആരും സഹായം ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് നമുക്ക് മാർക്കർ പറഞ്ഞാൽ എന്തായാലും വേണം. അതേപോലെ ഫിറ്റിങ്സുകൾ ഈ വരകളൊക്കെ ഉണ്ടല്ലോ, തുടക്കക്കാർ എപ്പോഴും ഈ വരകൾ നോക്കി വേണം ഒട്ടിക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുപോലെ ഈ ഇപ്പോഴത്തെ പൈപ്പിൻ്റെ ലൈനൊന്നും കറക്റ്റല്ല. അപ്പോൾ തുടക്കക്കാർക്ക് ഈ ലൈനൊന്നും ഒട്ടിച്ച് നോക്കി പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏത് സൈഡിലേക്കാണ് ഈ എൽബോയുടെ ആംഗിളും കാര്യങ്ങളും നോക്കണം. ആ കാര്യങ്ങൾ നോക്കിയിട്ട് ഈ വരയുണ്ടല്ലോ, ഈ വരയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. ഞാനത് മാർക്കിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണോ എൽബോയുടെ ഡയറക്ഷൻ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മുടെ അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ഒരു വര വരയ്ക്കാം. ആ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിക്കണ നേരത്ത് നമ്മളിത് ഈ മെഷീൻ്റെ ഉള്ളിൽ കയറ്റുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ആ വരയും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം മെഷീനിൽ നിങ്ങളുടെ ഊരിയെടുക്കുമ്പോൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത് തുടക്കക്കാർക്കാണ്. നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യും തോറും നമുക്കിത് ഈ വരയൊന്നും ഒരു പ്രശ്നമില്ലായിട്ട് വരും. തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിനി ഒട്ടിക്കണ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ മെഷീനിലേക്ക് നമ്മളങ്ങോട്ട് കയറ്റുമ്പോണ്ടല്ലോ, പലരും പല ഇതിലൊക്കെ ഇടും. നമ്മൾ ആ സാധനം കറക്റ്റ് ഫ്ലോയിൽ അങ്ങോട്ട് കയറിപ്പോവും. നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കുക മറിക്കുക എന്തെങ്കിലും ചെയ്യാം. കറക്റ്റായിട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ കറക്റ്റായിട്ട് കയറിപ്പോയാൽ അത് നമ്മുടെ ഈ വര നമ്മൾ തിരിച്ച് ഇതേപോലെ അങ്ങോട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാലേ കറക്റ്റായിട്ട് ആ വരയും ഈ വരയും ഒരേപോലെ ലൈനിൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുവും കാര്യങ്ങളും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഒട്ടിക്കാം. പിന്നെ ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണ കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മുടെ കൊടുത്തിട്ടുള്ളത് 320 ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ളായിട്ടാണ് ഇട്ടിട്ടുള്ളത്. വലിയ ചൂടും കാര്യങ്ങളില്ല. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഈ ഫിറ്റിങ്സും അതേപോലെ തന്നെ നമ്മുടെ പൈപ്പും രണ്ടും 2 ഹീറ്റാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടമാനം പെട്ടെന്ന് ഉരുകും. അപ്പോൾ ആ ഉരുകണ സമയത്ത് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫിറ്റിങ്സ് വെച്ചിട്ട് മറുഭാഗം വല്ല മെഷീനിൽ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഫിറ്റിങ്സ് ആദ്യം കയറ്റിയിട്ട് അപ്പുറത്ത് വല്ല ഉള്ളി അല്ലെങ്കിൽ പ്ലെയർ എന്തെങ്കിലും വെച്ച് ഇതായതിന് ശേഷം നമുക്ക് പൈപ്പ് കയറ്റാം. അതൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പോൾ അതിൻ്റെ അത് സിമ്പിളായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആണ് ഈ സാധനം സെറ്റാക്കേണ്ടത്. അപ്പോൾ ഈ ലൈനും കാര്യങ്ങളും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളും കൂടി ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഒട്ടിക്കണം ഓരോ ഫിറ്റിങ്സുകളും എങ്ങോട്ടാണോ വരുന്നതെന്ന് നോക്കിയിട്ട് ആദ്യം തന്നെ തുടക്കാർ മാർക്ക് ചെയ്യുക, എന്നിട്ട് മെഷീനിൽ കയറ്റാം. സംഗതി PPR എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ അത് അറിഞ്ഞിട്ട് വേണം ഒട്ടിക്കാൻ. അറിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലീക്കും കാര്യങ്ങളും വരില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലൈവായിട്ട് എടുക്കണ കാരണം ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ.